രണ്ടാമത്തെ യൂണിറ്റ് ആയ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് പേര് പോലെ തന്നെ നമ്മൾ ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മളോട് ഒരു കാര്യം ഒരാൾ ചോദിക്കുമ്പോൾ ഏത് രീതിയിൽ തിട്ടപ്പെടുത്തിയിട്ട് വേണം അതിന് ഉത്തരം കൊടുക്കാൻ. അതിന് ചില പ്രത്യേക എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പാഠം. ഓക്കെ, യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ നോക്കാം. ചോദ്യങ്ങൾ ഉത്തരം ചെയ്യുന്നതിനുള്ള പ്രോസസ്സുകൾ ഉണ്ട് കുറച്ച്. അതായത് ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കൊടുക്കുമ്പോൾ അതിനെ ബാധിക്കുന്ന ചില പ്രോസസ്സ് അല്ലെങ്കിൽ അതിനെ തുടർന്ന് നമ്മൾ ചെയ്തു വരേണ്ട ചില പ്രോസസ്സ് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ ചില എലമെന്റ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് ആണ് എന്ത്? ടേക്ക് തിങ്കിങ് ടൈം. എന്താ? ചിന്തിക്കാനുള്ള സമയം നമ്മൾ എടുക്കും. അതായത് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? അതിന് ഉത്തരം പറയുന്നതിന് മുൻപായിട്ട് ആ ചോദ്യത്തിനെ കുറിച്ച് തിരിച്ചു പറയാനുള്ള ഉത്തരത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, തിങ്ക് ബിഫോർ യു ടോക്ക്. അല്ലെ, സംസാരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുക? ചിന്തിക്കുക. അത് തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ. ഇയാൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നും അങ്ങനെയുള്ള ആ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്നും ആ ചോദ്യം എങ്ങനെയാണ്, എന്താണ് അയാൾ ചോദിക്കുന്നതെന്നും വ്യക്തമായിട്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. മനസ്സിലായി? നമ്മൾ മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കണം അയാൾ എന്താണ് ചോദിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിലെ മൂന്നാമത്തെ ഇതാണ് അഡ്രസ് ദി ക്വസ്റ്റ്യൻ. എന്താണ്? അഡ്രസ് ദി ക്വസ്റ്റ്യൻ. അതായത് ഈ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്രസ് ചെയ്യണം. മാത്രമല്ല ഒരിക്കലും നമ്മുടെ ഉത്തരങ്ങൾ എന്തായിരിക്കരുത്? ഒരു വേഗമായിരിക്കരുത്. ഇംപ്രസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇംപ്രസീവ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കൊടുക്കണം. മനസ്സിലായല്ലോ? നാലാമത്തെ പോയിന്റ് ആണ് എന്ത്? സ്ട്രക്ചർ ദി ആൻസർ. ഓക്കെ, സ്ട്രക്ചർ ദി ആൻസർ. നമ്മൾ പറയുന്നതിന് മുൻപേ എന്ത് ചെയ്യുക? നമ്മൾ പറയാൻ പോകുന്ന ആൻസറിനെ മനസ്സിലിരുത്തി എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. പറയാൻ പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിക്കാണ്, ഏത് ടോണിലാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ മനസ്സിൽ, ഇൻ യുവർ മൈൻഡ്, മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തി എടുക്കുക. മനസ്സിലായല്ലോ? ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ യൂസ് സിമ്പിൾ ലാംഗ്വേജ്. എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. അതാവുമ്പോ എന്താ? ഒരു ബാരിയർ, ലാംഗ്വേജ് ബാരിയറിന്റെ ഒരു പ്രശ്നം വരത്തില്ല. നമ്മൾ പറയുന്ന ആൾക്ക് കുറെ കൂടി എന്താകും? മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുമ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിന്റെ ആ ഒരു ഉപയോഗം വർദ്ധിപ്പിക്കുക. ഇനി ആറാമത്തെ നോക്കുമ്പോൾ ചങ്ക് യുവർ ആൻസർ. എന്താണ് ചങ്ക് യുവർ ആൻസർ? അതായത് നമ്മുടെ ഉത്തരങ്ങളെ നമ്മൾ തന്നെ ഓരോ സെക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇപ്പോ ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഏത് തരത്തിലുള്ള ഉത്തരത്തിനാണ് അവിടെ പ്രസക്തി എന്ന് നോക്കിക്കൊണ്ട് ആ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അതിനായിട്ട് ഉത്തരം കൊടുക്കുക. ഇതാണ് ചങ്ക് യുവർ ആൻസർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഏഴാമത്തെ നോക്കാം. ടേക്ക് എ ബാലൻസ് അപ്രോച്ച്. എന്താണ് ടേക്ക് എ ബാലൻസ് അപ്രോച്ച്? അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബാലൻസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. അതായത് ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഉത്തരം ആകരുത്
നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മെച്യൂരിറ്റി ഇല്ലാത്ത ഇമ്മെച്യൂർ ആയിട്ടുള്ള ഒരു ഇതാകരുത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത്. മാത്രമല്ല മെച്യൂർ ആയിട്ട് തോന്നിക്കണം. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് തന്നെ അവർക്ക് ക്ലാരിറ്റി, അവരുടെ ഉള്ളിൽ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അത്തരത്തിൽ വ്യക്തമായിരിക്കണം എന്ത് നമ്മുടെ ഉത്തരം. ഇനി എട്ടാമത്തെ നോക്കാം, revisit the answer. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞതിന് ശേഷം ആൻസർ കൊടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, റിവൈസ് ചെയ്ത് നോക്കണം. മനസ്സിലായല്ലോ? ഇത്രയും സ്റ്റെപ്സ് ആണ് യഥാർത്ഥത്തിലോ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ആ പ്രോസസ്സിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം. ടേക്ക് തിങ്കിങ് ടൈം. എന്താ, ഉത്തരം പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് ആലോചിക്കുക. രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ, ചോദ്യത്തെ നന്നായി മനസ്സിലാക്കുക. മൂന്നാമത്തെ അഡ്രസ് ദി ക്വസ്റ്റ്യൻ. നാലാമത്തെ എന്താ, സ്ട്രക്ചർ ദി ആൻസർ, പറയുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, ഉത്തരത്തിനെ നല്ല രീതിക്ക് സ്ട്രക്ചർ ചെയ്യുക മനസ്സിൽ. അഞ്ചാമത്തെ ഏതാ, യൂസ് സിമ്പിൾ ലാംഗ്വേജ്, സിമ്പിൾ ആയിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ ഉപയോഗിക്കുക. ആറാമത്തെ എന്താ, ചങ്ക് യുവർ ആൻസർ, നമ്മൾ ഉത്തരങ്ങളെ സെക്ഷൻ ആയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഏഴാമത്തെ നോക്കാം, ടേക്ക് എ ബാലൻസ് അപ്രോച്ച്, ഇമ്മെച്യൂർ ആയിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ അതുപോലെ തന്നെ ഇമോഷണൽ ബാരിയേഴ്സ് വരുന്ന തരത്തിൽ അല്ലെങ്കിൽ കേൾക്കുന്ന ആളിന് ക്ലാരിറ്റി ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഉത്തരങ്ങൾ പറയരുത്. എട്ടാമത്തെ എന്താണ്, revisit the answer അല്ലെ, അതായത് എന്താ, പറഞ്ഞ ഉത്തരത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോസസ്സിൽ നമുക്ക് അടങ്ങിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം, ഇപ്പൊ പറയലിലൂടെ അല്ലാതെ നമ്മുടെ വാമൊഴിയിലൂടെ അല്ലാതെ ഇമെയിലിലൂടെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റിപ്ലൈസ് കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തൊക്കെ ഇമെയിൽ വഴിയാണ് നമ്മളിപ്പോ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു കമ്പനിന്ന് ജോബ് ഓഫർ വരുമ്പോഴും അല്ലെ, അതിന് തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു മെയിൽ അയക്കുമ്പോഴും എല്ലാം ഇപ്പൊ എവിടെയാണ്, ഇമെയിൽ വഴിയാണ്. അത്തരത്തിൽ രണ്ട് ഇമെയിൽ റിപ്ലൈ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് എന്താണ്, ഓട്ടോമാറ്റഡ് ഇമെയിൽ റിപ്ലൈ, മറ്റൊന്ന് എന്താ, പേഴ്സണൽ റെസ്പോൺസ്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ ഈ രണ്ട് തരത്തിലാണ് നമുക്ക് ഇമെയിൽ റിപ്ലൈ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ടിന്റെയും എക്സാമ്പിൾസ് അല്ലെ, ഈ രണ്ട് ഓട്ടോമാറ്റഡ് ഇമെയിൽ റിപ്ലൈന്റെയും പേഴ്സണൽ റെസ്പോൺസിന്റെയും ഒരു എക്സാമ്പിൾ വീതം നിങ്ങളുടെ SLM നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഇതിനെ തുടർന്ന് തന്നെ ഇമെയിലിനെ തുടർന്ന് തന്നെ വരുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, അപ്രൂവിംഗ് ഓർ ഡിക്ലൈനിങ് ആൻ ആപ്ലിക്കേഷൻ. ഓക്കെ, ഒരു ആപ്ലിക്കേഷനെ നമ്മൾ ഡിക്ലൈൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇമെയിലിൽ ഡിക്ലൈൻ ചെയ്യുമ്പോഴും അപ്രൂവ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴാണ് ഡിക്ലൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത്, നമ്മളൊരു കമ്പനി തുടങ്ങുകയാണ്, ആ കമ്പനിയിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ ഒരു എംപ്ലോയി എന്താ, ഈ വർക്കിന് എലിജിബിൾ ആണോ അല്ലെങ്കിൽ ഇവർക്ക് വർക്ക് കിട്ടുമോ അല്ലെ, അത്തരത്തിലുള്ള ഒരു റിപ്ലൈ നമ്മൾ കൊടുക്കത്തില്ലേ, അതൊക്കെയാണ് നമ്മൾ ഈ ഡിക്ലൈനിങ് ഓർ അപ്രൂവിംഗ് ഇമെയിൽ ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നോക്കാം, ആദ്യമായി അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ ഇമെയിൽ കാണിക്കേണ്ട എന്താണ്, അതായത് ഇന്ന ആൾ ഇന്ന വ്യക്തി എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ന വ്യക്തിയുടെ ഇമെയിൽ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ എന്ത് കൊടുക്കണം, ആദ്യം തന്നെ കൊടുക്കണം. മാത്രമല്ല അതിനെ തുടർന്ന് തന്നെ എന്ത് വേണം, ഇന്ന സ്ഥലത്ത് ജോലി കിട്ടി എന്നാകും ഇവിടെ അപ്രൂവിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയ ഇവിടെ വർക്കിനുള്ള അപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനെ തുടർന്ന് നല്ലൊരു അപ്രിസിയേഷൻ വേർഡ്സ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ സെന്റൻസ് കൂടി നമ്മൾ ഈ ഇമെയിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. മാത്രമല്ല ഇന്ന വർക്കറിനെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് എടുത്തതിന്റെ സന്തോഷം അല്ലെ, ആ ഹാപ്പിനെസ്സും കൂടി ആ ഇമെയിലിൽ ഒന്നോ രണ്ടോ സെന്റൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. മനസ്സിലായല്ലോ? മാത്രമല്ല അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കമ്പനീനെ കുറിച്ചില്ലേ നിങ്ങളിപ്പോ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ഒരു കമ്പനീനെ കുറിച്ചുള്ള ഒരു ബയോ ഡിസ്ക്രിപ്ഷൻ
ചെറിയ രീതിക്ക് നമുക്ക് ആ ഇമെയിലിൽ എന്ത് കൊടുക്കണം, ഇങ്ങനെ അതിനെ കുറിച്ച് എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യുന്ന രീതിക്ക് ഒന്നോ രണ്ടോ സെന്റൻസ് ആ ഒരു ബയോ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി കമ്പനീനെ കുറിച്ചുള്ള ഒരു ബയോ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. മാത്രമല്ല അടുത്തത് നോക്കാം, ഈ ജോലിയിൽ ഈ വ്യക്തിക്ക് ഈ ജോലി കിട്ടിയല്ലോ, ആ ജോലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, മാത്രമല്ല ആ ജോലി കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, മാത്രമല്ല ആ ജോലിന്റെ ഈ കമ്പനിയിൽ ആ ജോലിന്റെ പ്രാധാന്യം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന സ്റ്റെപ്പാണ് അടുത്തത് വരുന്നത്. ഓക്കെ, മാത്രമല്ല എന്താ, ഈ കമ്പനീന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ജോലിക്കെടുത്ത ആ വ്യക്തിക്ക് കമ്പനീന്റെ ഭാഗത്തു നിന്ന് ജോലിപരമായ എല്ലാ സപ്പോർട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ഒരു തരത്തിലുള്ള ആ ഒരു സെന്റൻസും കൂടി നമുക്ക് ഈ ഒരു ഇമെയിലിൽ കാണാൻ സാധിക്കണം. ഈ ഇമെയിൽ എന്ന് പറഞ്ഞ ഏതാ, ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. മനസ്സിലായല്ലോ, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജോലി കിട്ടിയില്ല, നമുക്ക് എന്തേണ്ടി വന്നില്ല, നോ എന്നുള്ള ഒരു ഇമെയിലാണ്, അല്ലെങ്കിൽ ഒരു ജോലി ഒരു കമ്പനിയിൽ നിന്നും ഇല്ല, നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ജോലി ഇല്ല എന്നുള്ള തരത്തിലുള്ള ഇമെയിലാണ് അയക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഇമെയിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമെയിൽ അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അതായത് ഡിക്ലൈൻ എന്താണ്, ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു കോംപ്ലിമെന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ ബ്രേക്കിംഗ് ദ ഐസ്, അതായത് ഇപ്പൊ ഭയങ്കര നോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താകും, എല്ലാവരും സങ്കടത്താവും അല്ലെ. സോ ആ ഒരു ഐസ്, ആ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി ആ വ്യക്തി ഓവർകം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് അയാൾക്ക് കൊടുക്കണം. ഇമെയിലിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം ആദ്യം തന്നെ. രണ്ടാമതായിട്ടാണ് എന്ത് പറയേണ്ടത്, ഒരു ഡെഫിനിറ്റ് നോ, അതായത് ഇല്ല, നോ എന്ന് പറഞ്ഞ വാക്ക് എടുത്ത് എന്ത് ചെയ്യണം, എടുത്ത് കാണിക്കണം. കാരണം പിന്നീട് അത് വായിക്കുന്ന വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഇടയാകരുത്. അതായത് ഇപ്പൊ എന്നെ ജോലിക്ക് എടുത്തോ അതോ ഇല്ലേ എന്നുള്ള തരത്തിലുള്ള കൺഫ്യൂഷൻ ഇടയാകരുത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് നോ, ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഉറപ്പിച്ച ഒരു നോ അല്ലെ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെന്റൻസിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായില്ല. മാത്രമല്ല മൂന്നാമതായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താ, ഭാവിയിൽ ഒരു റിലേഷൻഷിപ്പ്, ഈ കമ്പനിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഇമെയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് വിഷമിക്കണ്ട, ഭാവിയിൽ ഫ്യൂച്ചറിൽ ഈ കമ്പനിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ജോലി സാധ്യതകൾ ഉണ്ട് എന്നുള്ള തരത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കുന്ന രീതിക്കുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത്. നാലാമത്തത് നോക്കാം, എന്താണ്, നാലാമത്തത് ഭാവിയിലേക്കുള്ള ഒരു ഗുഡ് ലക്ക് വിഷ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. അവസാനമായിട്ട് ഒരു ഗുഡ് ലക്ക് വിഷ്, അതായത് ഇന്നും കിട്ടും അല്ലെ, അങ്ങനെന്താ, ഗുഡ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ എന്നുള്ള തരത്തിലുള്ള ഒരു കോംപ്ലിമെന്റ് ആണ് നാലാമതായി നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോ, അതായത് ഒരു ആപ്ലിക്കേഷൻ ഡീക്ലൈൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റേറ്റ്മെന്റ്, ഇത്രയും പ്രോസസ്സ് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, റെഫർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് പ്രോസസ് ഓഫ് ആൻസറിങ് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു ഇമെയിൽ റിപ്ലൈ അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് അതിൽ കൊടുക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ആയ പാഠം തന്നെയാണ്, നിങ്ങൾ നന്നായി പഠിച്ച് എഴുതേണ്ട ഒരു പാഠം തന്നെയാണ് കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക, അപ്പൊ കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. കുറെ ഇമെയിൽസിന്റെ എക്സാമ്പിൾസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചാൽ കുറെ കൂടി മനസ്സിലാവും കേട്ടോ. സോ നമുക്കിനി അടുത്ത ഒരു യൂണിറ്റിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.